സംസാരിച്ചവർ ദുരന്തത്തെ എങ്ങനെയാണ് നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നേരിട്ടത്, അത്തരം അനുഭവങ്ങൾ ഇവിടെ പങ്കുവച്ചു. ആ ഒരു കേൾക്കുന്നില്ലേ? ആ ഒരു ദുരന്തത്തെ നേരിടുന്ന ആ സമയം കഴിഞ്ഞു. അത് ജനങ്ങളും സന്നദ്ധ സംഘടനകളും ഗവൺമെൻറ്റിൻ്റെ കോർഡിനേഷനും എല്ലാം ഒത്തുചേർന്ന് നേരിട്ടു. നമ്മൾ ഒറ്റക്കെട്ടായി നേരിട്ടു. അടുത്ത ഘട്ടം എന്നുള്ളത് പുനരധിവാസത്തിൻ്റെ ഘട്ടമാണ്. അതാണ് ഈ ഘട്ടം. കാരണം ദുരന്തത്തിനിരയായ മനുഷ്യർ പല ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോയിരിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരു സമൂഹമായി ഐക്യത്തോടെ ജീവിച്ചിരുന്നവർ നിരാലംബരായി ഓർഗനൈസേഷൻസും വ്യക്തികൾ നൽകുന്ന സഹായത്തെ ആശ്രയിച്ച് മാത്രം ഒറ്റപ്പെട്ട് പല സ്ഥലങ്ങളിൽ ജീവിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പം അത് പരിഹരിക്കപ്പെടുക പുനരധിവാസ പ്രക്രിയയിലൂടെയാണ്. പക്ഷെ പുനരധിവാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വീടുകൾ വെച്ച് തന്നതുകൊണ്ട് മാത്രം പുനരധിവസിക്കപ്പെടില്ല. നമുക്ക് വീടുകൾ മാത്രമല്ല നഷ്ടപ്പെട്ടുള്ളത്. വീടുകൾക്കൊപ്പം നഷ്ടപ്പെട്ട ജീവൻ നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ നമ്മുടെ തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പരിമിതമായിട്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആശുപത്രികളുണ്ടായിരുന്ന അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മനുഷ്യർ ഒരുമിച്ച് കുറേ കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ടുണ്ടായിരുന്നു. കൃഷി ഉണ്ടായിരുന്നു, അവരുടെ ആഘോഷങ്ങളുണ്ടായിരുന്നു, സാംസ്കാരിക പരിപാടികളുണ്ടായിരുന്നു. എല്ലാത്തിനും പുറമെ ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ ഒരു മനോഹരമായ സ്നേഹസമ്പന്നമായൊരു ചുറ്റുപാട് ചുരൽമലയ്ക്കുണ്ടായിരുന്നു. അപ്പം അത് വീണ്ടെടുക്കപ്പെടണം. ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞ കാര്യം അതാണ്. അത് വീണ്ടെടുക്കാൻ ഒരു നല്ല അവസരമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന്. അത് മാതൃകാപരമായി വീണ്ടെടുക്കണം. അപ്പോൾ പുനരധിവാസം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വീട് വെപ്പ് മാത്രമല്ല, ഇതിൻ്റെ എല്ലാം ഒരു വീണ്ടെടുപ്പുണ്ടാകും. പക്ഷെ മിക്കപ്പോഴും സംഭവിക്കുന്നത് ഈ പുനരധിവാസം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തൊട്ട് മുന്നേ നടന്ന ഒരു ലാൻഡ് സ്ലൈഡ് പുത്തുമലയിലെ പുനരധിവാസത്തെക്കുറിച്ച് മിക്കതും നടത്തിയിരിക്കുന്നത് ചാരിറ്റി ഓർഗനൈസേഷൻസാണ് വീടൊക്കെ വെച്ചു കൊടുത്തുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ബോർഡ് മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ സംവിധാനം പലതും ഉപയോഗമല്ല, ചോർന്ന് വലിക്കുന്ന, നിലവാരമില്ലാത്ത, അന്നത്തെ ഒരു ഗിമ്മിക്കിന് വേണ്ടിയൊക്കെ വെച്ചു കൊടുത്ത തരത്തിലാണ്. അതുകൊണ്ട് പുനരധിവാസ പ്രവർത്തനം എന്നുള്ളത് ഒരു ചാരിറ്റി ഓർഗനൈസേഷനോ അല്ലെങ്കിൽ കാരുണ്യനിധികളായ മനുഷ്യരോ മാത്രം ചെയ്യേണ്ട ഒരു പ്രവർത്തനമല്ല. അത് ഒരു സിസ്റ്റം, ഗവൺമെൻറ് തന്നെ നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട്. സാധാരണ മനുഷ്യർക്ക് അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇത് ഗവൺമെൻറ്റിന് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു സമയമാണ്. പക്ഷേ ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായിട്ടാണ് പുനരധിവാസം നടത്താൻ പോകുന്നതൊക്കെയാണ് പറയുന്നത്. പലരെയും പല സ്ഥലത്ത് പല ഘട്ടങ്ങളിൽ. അപ്പം അതൊക്കെ വലിയൊരു അരക്ഷിതാവസ്ഥ ആളുകൾക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഗവൺമെൻറ് അത് ചെയ്യാൻ പാടില്ല. അത് കോൺഫിഡൻസ് കൊടുക്കേണ്ട സമയമാണ്. അപ്പം അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഡിമാൻഡ്, നേരത്തെ പറഞ്ഞു നമുക്ക് ആരോഗ്യ സംവിധാനങ്ങളില്ല, അതിനു വേണ്ടിയുള്ളൊരു ഡിമാൻഡ് നമ്മൾ ഗവൺമെൻറ് മുന്നിൽ വെക്കണം. നല്ല മികച്ച നിലവാരമുള്ള ആരോഗ്യ സംവിധാനങ്ങൾ നമുക്ക് വേണം എന്നാവശ്യപ്പെടുന്ന തരത്തിൽ സമാനമായിട്ട് ഈ പുനരധിവാസത്തെക്കുറിച്ചും ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാട് നൽകുന്ന ഒരു ഡിമാൻഡ്, ഒരാവശ്യം
നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് വെക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വ്യക്തികളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക്, അത് ഒരു നിരാലംബതയിലേക്ക് നമ്മൾ പതിക്കും. അതിനുള്ളൊരവസ്ഥ സൃഷ്ടിക്കപ്പെടാതിരിക്കേണ്ടതും ആ രീതിയിലുള്ള ഒരു കോൺഷ്യസായ ഒരു പ്രവർത്തനം, ഒരു സബോധപൂർവമായ അതിനെ എതിർക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പലരും കാർഷിക മേഖലയിലും മറ്റുമെല്ലാം ജോലി ചെയ്തിരുന്ന ആളുകളായിരുന്നു. വരുമാനം നിലച്ചുപോയി. ഒന്ന് മൂവ് ചെയ്യാൻ പോലും ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ വയനാടെന്ന് പറയുന്ന സത്യത്തിൽ ഒരു കാർഷിക പ്രധാനമായ ജില്ലയാണ്. അപ്പോൾ ആ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്ന, അങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ സമയത്ത് നടത്തേണ്ടത്. കാരണം അതൊരു കൃഷിപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു നഷ്ടപ്പെട്ടു പോയത്. കാർഷിക സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെ ഉള്ള ആവശ്യം കൂടി എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ഒരു മെമ്മോറാണ്ടം പോലെ എന്തെങ്കിലും ഗവൺമെൻറ്റിന് കൊടുക്കണം നമ്മൾ. അത് ഈ കൂട്ടായ്മ അങ്ങനെ തീരുമാനിച്ചാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം. പിന്നെ നമ്മുടെ എല്ലാം ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വളരെ സാങ്കേതിക ഡോക്യുമെൻ്റ് ഉള്ള ആളുകളുടെ അഡ്രസ്സ് മാറ്റാൻ തന്നെ വലിയ സാങ്കേതിക പ്രവർത്തനമാണ് ഓടി നടക്കേണ്ടത്. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു ജീവിതം മുഴുവൻ ഓടിയാലും മുഴുവൻ ഡോക്യുമെൻ്റ് ശരിയാവില്ല, ഗവൺമെൻറ് വിചാരിച്ചില്ലെങ്കിൽ. അപ്പോൾ അത് ഒരു മനുഷ്യത്വപരമായൊരു സമീപനം ഇവിടെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കുന്ന രീതിയിലൊരു പ്രവർത്തനവും നടത്തപ്പെടണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾ മെമ്മോറാണ്ടയോ മറ്റോ ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ചർച്ച ഇവിടെ ഉണ്ടായാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. MSc നമ്മൾ എല്ലാവരും സൂചിപ്പിച്ചു, നമ്മളെന്താണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഉറപ്പായും പിന്തുണ ഉണ്ടാവും. മെഡിക്കൽ പ്രവർത്തനങ്ങൾക്ക് പുറമെ നമ്മളിപ്പോൾ തുടരുന്ന സൈക്കാട്രി, സൈക്കോളജി ക്യാമ്പ് തുടരുന്നുണ്ട് ഇവിടെ ജനഹൃദയ എന്ന് പറഞ്ഞ ഹാളിൽ. അപ്പോൾ അവിടെ നമ്മുടെ ഭഗത് സാർ ഒരാഴ്ച സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. ഭഗത് സാർ 2 ദിവസം ഡോക്ടർ വരും. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നമ്മൾ തുടരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൽ കൂടി സംഭാഷണം ഉണ്ടായാൽ, ചർച്ച ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു ചെറിയ കഷ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഭക്ഷണമുണ്ട്, കഴിച്ചിട്ടേ പോകാവൂ എന്നാണ്. താങ്ക് യു.